ഇതാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ, തിരൂർ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ പാത ആദ്യം വന്നതും തിരൂർ മുതൽ ബേപ്പൂർ വരെയാണ് കേട്ടോ. കോഴിക്കോടേക്ക് പോകുന്നതിനടുത്തുള്ള ബേപ്പൂർ വരെയാണ്. ഏറ്റവും തിരക്ക് പിടിച്ച റെയിൽവേ സ്റ്റേഷനിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് തിരൂർ. 2024 കണക്കനുസരിച്ച് റെയിൽവേക്ക് ഏറ്റവും വരുമാനമുള്ള കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് തിരൂർ. ഒരുപാട് കാലം പഴക്കമുണ്ട് തിരൂർ റെയിൽവേ സ്റ്റേഷനും അതിന് തൊട്ടടുത്തുള്ള ഓടിട്ട കെട്ടിടങ്ങളും മറ്റൊക്കെ കണ്ടോ. അതിൽ പഴയ കാലത്തെ അങ്ങാടിയായിരുന്നു ഇവിടെ, പേട്ട എന്നാണ് അറിയപ്പെടുക. വെറ്റില കച്ചവടം ചെയ്യുന്ന ഒരുപാട് കച്ചവടക്കാർ നമ്മുടെ തിരൂർ പരിസരത്തുണ്ട്. ലോകത്തുനിന്ന് വെറ്റിലക്ക് പാറ്റൻറ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു വെറ്റില കച്ചവടക്കാരും കൂടി തിരൂരാണുള്ളത്. ഇവിടെ നിന്നാണ് വെറ്റില ഡൽഹി, രാജസ്ഥാനും മറ്റ് ഇന്ത്യൻ്റെ പല സ്റ്റേറ്റുകളിലേക്കും കയറ്റുമതി ചെയ്യുന്നത്. രാത്രി 2 മണി 3 മണിക്കൊക്കെ ഇവിടുന്ന് ട്രെയിനുകളിൽ വലിയ കൊട്ടകളിലാക്കിയിട്ട് വെറ്റില കെട്ടിയിട്ട് അത് കയറ്റുമതി ചെയ്യുന്നൊരു കാഴ്ച നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. പിന്നെ ഗുഡ്സ് ട്രെയിനുകൾ ഏറ്റവും കൂടുതൽ വന്ന് ആൾട്ട് ചെയ്ത് സിമെൻറ്റും മറ്റും ഇറക്കിയിരുന്നത് മലപ്പുറം ജില്ലയിലെ എല്ലാ ഭാഗത്തേക്കും സിമെൻറ്റ് പോയിരുന്നതും തിരൂരിൽ നിന്നായിരുന്നു. ഈയിടെ മാത്രമാണ് തിരൂരിൽ നിന്ന് തിരുനാവായ സ്റ്റേഷനിലോട്ട് മാറ്റിയത് കേട്ടോ. തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തിരൂർ ബസ് സ്റ്റാൻഡും. അതുകൂടാതെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഫോറിൻ മാർക്കറ്റ്, ഗൾഫ് മാർക്കറ്റ് അത് തിരൂരിൽ ഈ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ തുടക്കം കുറിക്കാണ്. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എപ്പോഴും ആ ഫോറിൻ മാർക്കറ്റിലോട്ട്, അതിന് പറയുന്ന മറ്റൊരു പേര് മൊബൈൽ മാർക്കറ്റാണ്. കാരണം മൊബൈൽ ഏറ്റവും ചീപ്പ് റേറ്റിൽ എല്ലാ തരം മൊബൈലുകളും കിട്ടുന്ന ഒരു സെൻറ്ററും കൂടിയാണ് ഈ തിരൂർ ഗൾഫ് മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ഫുള്ള് കച്ചവടക്കാർ ദൂരെ ദിക്കിൽ നിന്ന് തിരൂർ വന്നിട്ടാണ് ഇറങ്ങി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ അവർ സാധനങ്ങളുമായിട്ട് തിരിച്ച് കയറുന്നൊരു കാഴ്ച നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. ഒരു വലിയ ലെങ്തി കവർ, നീല കളറിലുള്ള കവറിൽ ഫുള്ള് ഗൾഫ് മാർക്കറ്റിൽ നിന്ന് സാധനം എടുത്ത് പോകുന്ന കച്ചവടക്കാരെ നമുക്ക് എപ്പോഴും കാണാം. അതായത് ദൂരെ ദിക്കിൽ നിന്നുള്ള കച്ചവടക്കാർ ഇവിടെ വന്നിട്ട് സാധനം എടുക്കുന്നത്. കാരണം ഇവിടെ ചീപ്പ് റേറ്റിൽ മൊബൈലും മറ്റുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. തുഞ്ചൻപറമ്പ് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന എഴുത്തച്ഛൻ്റെ ജന്മനാട് കൂടിയാണ് തിരൂർ. തിരൂർ ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവിടേക്കുള്ള ആളുകളും ഇവിടെ വന്നിട്ട് തന്നെയാണ് ഇറങ്ങാറുള്ളത്. അവിടെ സാംസ്കാരിക പരിപാടികളൊക്കെ നടക്കുമ്പോൾ കേരളത്തിലെ പ്രമുഖ ആളുകളൊക്കെ ഇവിടെ വന്ന് ഇറങ്ങുന്നു. ഇവിടുന്ന് ആണ് അവർ അങ്ങോട്ട് പോകുന്നതും. അതുപോലെ ഈ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാന കണ്ണിയും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ. ഇത് RMS സെൻ്ററാണ്, അതായത് പാർസൽ സർവീസ്. തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അത്രത്തോളം പെരുമയും മഹത്വവും ആ സെൻറ്ററിലുണ്ട്. കാരണം എല്ലാ സ്ഥലത്തു നിന്ന് സാധനങ്ങൾ ഇവിടെ വന്നിട്ട് ആണ് അതായത് അഡ്രസ്സുകളിൽ പോകുന്നത്. അതേപോലെ സാധനങ്ങൾ എല്ലാ ദിക്കിലോട്ട് പോകാനും ഇവിടെ വന്നിട്ട് പാക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട്. തിരൂർ മത്സ്യ മാർക്കറ്റും റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. ടൗണിൽ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഒരു സൗകര്യം കൂടി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കാണാം. കേരളത്തിലൂടെ ഓടുന്ന ഒട്ടുമിക്ക ട്രെയിനുകളും തിരൂർ റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് കടന്നു പോകുന്നത്. മാത്രമല്ല തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പും ഉണ്ട്. വളരെ ചുരുക്കം ട്രെയിനുകൾക്ക് മാത്രമേ സ്റ്റോപ്പ് ഇല്ലാത്തുള്ളൂ. അതിനും സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വൈകാതെ അതും സ്റ്റോപ്പ് തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെ പാരമ്പര്യവും മഹത്വമുള്ള സ്റ്റേഷനാണ് തിരൂർ.